ഹായ്, ഇപ്പോൾ ഉള്ളത് ദ്വാക്കി എന്ന് പറഞ്ഞ വില്ലേജിലാണ് കേട്ടോ. ദ്വാക്കി റിവറൊക്കെ ഉള്ള വില്ലേജാണ്, ബംഗ്ലാദേശ് ബോർഡറാണ്. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് തുടങ്ങാനുള്ള പരിപാടിയാണ്. ഓക്കെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മൾ സ്റ്റേ ചെയ്ത റൂമിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് കേട്ടോ ഈ ഹോട്ടലുള്ളത്. പ്രൈസൊക്കെ പാകത്തിനേ ഉള്ളൂ, നല്ല ചൂടുള്ള പൂരിയും കറിയും കിട്ടി. ഇവിടെ നിന്നും 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ദ്വാക്കി വില്ലേജിലെ ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം അവിടേക്ക് തന്നെ പോയി നോക്കാം. രാവിലെ തന്നെ ആയതുകൊണ്ട് ബോർഡറിലൂടെ വണ്ടിയൊന്നും പാസിങ് തുടങ്ങിയിട്ടില്ല. ഇന്നലെ വൈകുന്നേരമൊക്കെ നല്ല വണ്ടികൾ ചറപ്പറ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ബോർഡർ തന്നെ. അപ്പോൾ നമ്മളുള്ളത് ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡറാണ് ഈ കാണുന്നത്. നമുക്ക് ഹെൽമെറ്റ് വെച്ച് തരാൻ എന്നോട് നമുക്ക് വെടി കൊള്ളു, വെടി വെച്ചിട്ടു കുട്ടികളാടെ. ഇതാണ് ബോർഡർ കാണുന്നത്. ഓക്കെ, നമുക്ക് ആ വൈറ്റ് ബോർഡ് കാണുന്നത് വരെ പോവാം. അവിടെ വരെയാണ് ഇന്ത്യ ഉള്ളത്. 1275 എഴുതിയ ഒരു ബോർഡ് ഇത് കാണുന്നു അവിടെ. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവർ എടുത്തിട്ടു. ബംഗ്ലാദേശിൽ നിന്ന് ഒരുപാട് വണ്ടികൾ വെയിറ്റിങ്ങിലുണ്ട് കേട്ടോ. അവരൊക്കെ അങ്ങോട്ട് പാസ് ചെയ്യാൻ വേണ്ടി വെയിറ്റിങ്ങിലുള്ള വണ്ടികളാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവാൻ മതി. ഇപ്പോൾ ഇവിടെ ആരും വന്നിട്ടൊന്നുമില്ല. ഫസ്റ്റ് വരുന്ന ആൾക്കാർ തന്നെ നമ്മളാണ്. ഞങ്ങൾ ഈ ഒരു വില്ലേജിൽ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു ബോർഡർ ഇവിടെ ഉണ്ട് എന്ന് തന്നെ അറിയുന്നത് കേട്ടോ. അതിന് മുമ്പൊന്നും ഒരു വീഡിയോയിൽ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഒരു ബോർഡറിൻ്റെ കാര്യം കണ്ടില്ലായിരുന്നു. ആ കാണുന്നതാണ് കേട്ടോ ബംഗ്ലാദേശ്. നമ്മളിതാ ഈ വൈറ്റ് ഈ സ്റ്റോണില്ലേ, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇങ്ങനെ കാല് വെച്ചാൽ നമ്മൾ ബംഗ്ലാദേശിലെത്തി. അപ്പോൾ ബംഗ്ലാദേശിൽ പോയിട്ടോ ഞാൻ. ഇപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരെത്തിട്ടോ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ. നമ്മളിവിടെ കയറുമ്പോൾ ഇവിടെ ആരുമില്ല. ഫസ്റ്റ് ആളെ നമ്മളെ. അപ്പോൾ നമുക്കറിയില്ലായിരുന്നു ഇവിടെ ഉള്ളിലേക്ക് കയറി ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ കഴിയും, വീഡിയോ എടുക്കാൻ കഴിയുന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. മിലിറ്ററിക്കാരൻ പറഞ്ഞു ആ ഉള്ളിലേക്ക് പോയിക്കോ, പ്രോബ്ലം ഒന്നുമില്ല, ആ കല്ല് വരെ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ആ കല്ല് വരെ പോയിട്ട് തിരിച്ച് വരാമെന്നാണ് പറഞ്ഞത്. നമ്മൾ തിരിച്ച് വേഗം പോവാണ്. നമുക്ക് ദൗക്കി റിവറിൽ മറ്റേ ബോട്ടിലിരുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വേണം അടുത്ത സ്ഥലത്തേക്ക് പോകാൻ. വെൽക്കം ടു ഇന്ത്യ. അപ്പോൾ ഇന്ത്യക്ക് കയറട്ടോ. ഇവിടെയുള്ള പല വണ്ടികളും ശ്രദ്ധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ പല വണ്ടിക്കും നമ്പർ പ്ലേറ്റ് ഫേക്ക് ചെയ്തതും മാറ്റി ഒട്ടിച്ചതും മാറ്റി ചെയ്തതൊക്കെ കാണുന്നുണ്ട്. ഇതിൽ പെർമിറ്റിൽ എന്തോ ഒരു ഉടായ്പ് ചെയ്യുന്നുണ്ട്, അതാണ് സംഭവം. ബോർഡറിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് ദൗക്കി റിവറിലെത്തട്ടോ. ഇവിടെ കുറേ കവുങ്ങുന്തോട്ടത്തിൽ കുറേ ഷോപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ദ്വാക്കി റിവർ. മേഘാലയൻ്റെ ഫോട്ടോ ഒക്കെ നമ്മൾ ഓൺലൈൻ സെർച്ച് ചെയ്യാൻ ആദ്യം കാണുന്നത് ഈ റിവറിലുള്ള ഫോട്ടോസ് ആയിരിക്കും കേട്ടോ. അതായത് ഒരു ക്ലിയർ വാട്ടറുള്ള. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടൊന്നും തോന്നില്ല. ഞാൻ അടുത്ത് പോയി നോക്കട്ടെ എന്താ അവസ്ഥ അറിയില്ല. പിന്നെ ഇവിടെ 800 രൂപയാണ് ഒരു ബോട്ടിന് പറയുക. ഒരു ബോട്ടിൽ മാക്സിമം 3 ആൾ വരെ പോകും. അപ്പോൾ ഇതുവരെ ടൂറിസം ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ താഴത്തേക്ക് ഇങ്ങനെ കുറേ ഷോപ്പുകൾ, അതായത് കവുങ്ങുന്തോട്ടത്തിൽ കുറേ ഷോപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഷോപ്പൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടുണ്ട്. പിന്നെ ബോർഡറാണ് ആ കാണുന്നത്. നമ്മൾ ഏകദേശം ബാർഗെയിനൊക്കെ ചെയ്തിട്ട് നമുക്ക് ഒരു ബോട്ടിന് 700 രൂപ എന്നുള്ള ലെവലിൽ തരാറുണ്ട്. നമ്മൾ 4 ആൾ ഇപ്പോൾ ടോട്ടലുണ്ട്. അപ്പോൾ 2 ബോട്ട് എടുക്കാനുള്ള പരിപാടിയാണ്. നമ്മളിങ്ങനെ താഴത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. താഴത്തേക്ക് ഇറങ്ങിയിട്ട് പോയി സൈഡിലേക്ക് എത്തും. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഒരു കൗണ്ടറൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അവിടെയൊക്കെ പ്രൈസ് 800 തന്നെ എഴുതിയത്. ഇതിപ്പോൾ ഗവൺമെൻറ് ഒന്ന് 9 മണിക്ക് ശേഷമുള്ള അവരൊക്കെ ഓപ്പൺ ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ വന്നതുകൊണ്ടാണ് നമുക്ക് അവർ 700 രൂപയ്ക്ക് തന്നതെന്നൊക്കെയാണ് അവർ പറയുന്നത്. ഇതിൽ മാക്സിമം ആണ് അവർ കുറയ്ക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ഇനി ഓരോരുത്തരുടെ ബാർഗെയിനിങ് സ്കില്ല് പോലെ ഇതിൻ്റെയൊക്കെ റേറ്റുകൾ. ഈ ദ്വാക്കി എന്ന് പറയുന്നത് ഒരു ചെറിയൊരു വില്ലേജാണ് കേട്ടോ. ഇതിൻ്റെ ഒരു സൈഡിൽ ബോർഡറും ഒരു സൈഡിൽ ഈ ഒരു റിവറാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ഷോപ്സും കാര്യങ്ങളൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ ഇതാണ് ദ്വാക്കി റിവർ കേട്ടോ. ദ്വാക്കി റിവറാണ്. വെള്ളം ഒക്കെ ക്രിസ്റ്റൽ ക്ലിയർ ഒക്കെ തന്നെയാണ് കേട്ടോ. അവിടുന്ന് മോളിൽ നോക്കുമ്പോൾ ഇതൊരു പച്ച കളറൊക്കെ പോലെ തോന്നി. പക്ഷേ ഇത് ക്രിസ്റ്റൽ ക്ലിയർ ആണ് സംഭവം. അപ്പോൾ ഇനി കാറ്റില്ലാത്ത സമയത്താണ് ഫോട്ടോയിലൊക്കെ നമുക്ക് നല്ല ക്ലിയറിൽ കിട്ടുള്ളൂ. പിന്നെ ഈ കാണുന്നതാണ് ബോർഡർ. ഈ പച്ച കല്ല് വെച്ച് വരിക്ക് വെച്ചാണ്ടോ, പച്ച നീല ഏതാ കളർ, ഏതായാലും എല്ലാ കളറ്. അപ്പോൾ ഇതാണ് ബോർഡർ. അപ്പോൾ ആ റെഡ് മാർക്ക് ചെയ്താണ് സെൻറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പാസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഫോട്ടോ എനിക്കതോ ഓ ഫയർ ആ ജായക, വെടി വരും വെടി. ഈ നമ്മളോട് അങ്ങോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ ചങ്ങായില്ലേ, അവൻ ശരിക്കും ബംഗ്ലാദേശിലുള്ള ആളാണ് കേട്ടോ. അവൻ്റെ കയ്യിലുള്ള സ്വീറ്റ്സ് ഉണ്ടോ, ആ സ്വീറ്റ്സൊക്കെ ബംഗ്ലാദേശി സ്വീറ്റ്സാണ്. അപ്പോൾ ഇവൻ മിലിറ്ററിയൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ കയറി ഇവിടുന്ന് കച്ചവടം അടിച്ചെടുക്കാനുള്ള പരിപാടിയാണ്. അവിടെ ആ ഭാഗത്തൊന്നും ആരും വന്ന് തുടങ്ങിയിട്ടില്ല. അവിടെയുണ്ട് അതേപോലെ ഇന്ത്യൻ്റെ ഈ സൈഡ് സെറ്റ് ചെയ്ത പോലെ തന്നെ അവിടെയും കുറച്ച് ഇരിക്കാനുള്ള സ്ഥലങ്ങളും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ അവിടെയുണ്ട്. അപ്പോൾ നമ്മളേതായാലും അവിടെ കയറി ഇന്ന് സെൻറ്ററിലൊക്കെ പോയി ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് ബോട്ടിലേക്ക് എൻ്റർ ചെയ്യാൻ പോവാണ് കേട്ടോ.
അപ്പോൾ നല്ല അടിപൊളി ഫോട്ടോസൊക്കെ കിട്ടുമെന്ന് പറഞ്ഞത്. പോയി നോക്കട്ടെ. ഓക്കെ ഇതർ പോയിട്ടാ ഇതർ ഓർ ഇതർ ഇതർ ഓക്കെ. ഇവിടെ ഇരിക്കാനാണ് പറഞ്ഞത് ആശാന്. ഏതായാലും പോയി നോക്കാം. ക്രിസ്റ്റൽ ക്ലിയറിൽ നല്ല അടിപൊളി ഫോട്ടോ കിട്ടുമെന്ന് അറിയണമല്ലോ. ആ ബോട്ടൊക്കെ കെട്ടുന്ന ആടുണ്ട് കേട്ടോ. ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലോ? ആ ഓൻ നമ്മൾ പറഞ്ഞേ നിങ്ങൾ ചാടൂല, വെള്ളത്തിൽ ചാടില്ല എന്നൊക്കെ ചോദിച്ചേ. നമ്മൾ ചാടുമല്ലോ. വാഴക്കാട് ചാലിയാർപ്പതിൻ്റെ വന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പോഴാണ് നമ്മുടെ അടുത്ത കളി. നമുക്ക് സെക്യൂരിറ്റി വേണോ മറ്റേ ഗൈഡ് വേണോ എന്നൊക്കെയാണ് ചോദ്യം. നമ്മൾക്ക് വേണോ അതൊക്കെ സാധനം? ചാലിയാർപ്പുഴ നീന്തി കിടക്കുന്ന ആൾക്കാരാണ് നമ്മൾ. ഫോട്ടോസിലൊന്നും കാണുന്ന ഒരു സംഗതി എക്സ്പെക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് വരരുത്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നതൊക്കെ ഫോട്ടോയിൽ കാണുന്നതൊക്കെ ഒരു 90% ഫേക്ക് ഉണ്ടാവും. അതിൽ 10% മാത്രമേ സത്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ റിവർ എന്ന് പറഞ്ഞാൽ ഒക്കെ ഇങ്ങനെയാണ് ഉള്ളത്. കണ്ടോ ഇതിങ്ങനെ. അതായത് ആ ഒരു പിക്ചർ കിട്ടണമെങ്കിൽ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിരിക്കണം. ഇവിടുത്തെ ക്ലൈമറ്റും വെതറും എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അതായത് കാറ്റില്ലാതെ നിൽക്കണം, വെള്ളം ഇളകരുത്. ഇളക്കാത്ത സമയത്തൊക്കെ ഒരു ക്ലിയർ പിക്ചറൊക്കെ കിട്ടും. അപ്പോൾ ഇവർ നമ്മളെ അതിന് പറ്റിയൊരു സ്ഥലത്തേക്കാണ് ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ പോവാണ്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സംഭവം എന്ന് പറയാൻ ഒരു സെറ്റപ്പ് അല്ല കേട്ടോ. ചെറിയൊരു റിവറാണ്. ചെറിയൊരു റിവറിൻ്റെ ഒരു പാർട്ടിൽ കുറച്ച് ക്രോസ് ചെയ്ത് വെച്ചതാണ്. അവിടെ ആ ഒരു പാർട്ടിൽ ജസ്റ്റ് തടഞ്ഞു വെച്ചിട്ട് വെള്ളം തടഞ്ഞു വെച്ചിട്ട് കെട്ടി നിർത്തിയതാണ് ഇപ്പോൾ സംഭവം. അല്ലെങ്കിൽ ഇവിടെ ശരിക്കും വെള്ളമൊന്നും ഉണ്ടാവില്ല അവിടെ ഓപ്പൺ ആക്കിയിട്ടാൽ. അതായത് ബംഗ്ലാദേശിക്ക് പോകുന്ന വെള്ളമാണിത്. അവിടെയൊക്കെ ബോർഡറാണ് കാണുന്നത്. ആ ബോർഡറിലേക്കാണ് വെള്ളം പോകുന്നത്. അതുപോലെ ജസ്റ്റ് ഒരു ബ്ലോക്ക് ഇട്ടിട്ട് ഇവർക്ക് ടൂറിസം ഡെവലപ്പ് ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ്. ഈ കാണുന്ന പച്ച കളറുണ്ട് ശരിക്കും വെള്ളം. ഇതാണ് ഏറ്റവും ഡീപ്പസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. ഏറ്റവും ആഴമുള്ളൊരു സ്ഥലം ഇതാണ്. നമുക്ക് ഈ ഫോട്ടോ എടുക്കുന്ന വീഡിയോ എടുക്കുന്ന സ്ഥലമല്ലേ. ആകെ ഒരു കിലോമീറ്റർ ഉണ്ടാവും ഇത്. 1 കിലോമീറ്റർ അടുത്തുണ്ടാവുള്ളൂ. ആ കാണുന്ന സ്ഥലം മുതൽ അറ്റം മുതൽ ഈ ഒരു സ്ഥലം വരെ അത്രയും ഏരിയാസേ ഉള്ളൂ ഈ ഫോട്ടോയിലൊക്കെ കാണുന്ന സംഭവം. നമ്മൾ ഇതിൻ്റെ സീസണൊക്കെ തപ്പിയിട്ടാണ് നമ്മൾ ഈ ഒരു മാസം തിരഞ്ഞെടുത്തൊക്കെ വന്നത് കേട്ടോ. ഇവിടെ എത്തിയപ്പോഴല്ല മനസ്സിലായത് ഇതൊക്കെ എത്രയേ ഉള്ളൂ എന്ന്. റെഡി? ഷാറുഖ് ഖാൻ കമോൺ. ബ്രോ യുവർ നെയിം? യാ റസ്റ്റോൾ. റസ്റ്റോൾ. അപ്പോൾ അതാണ് ബായിൻ്റെ പേര്. അപ്പോൾ ഈ ബായിനെ കോൺടാക്ട് ചെയ്താൽ ഇവിടെ വന്നിട്ട് റസ്റ്റോൾ എന്നാണ് പേര്. കോൺടാക്ട് നമ്പർ കിട്ടുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ബാക്കിൽ ആഡ് ചെയ്തുതരാം. रील्स पर देखा? हाँ फुटबॉल देखा ऐसा. मैं सोचा तो आप उधर गया ऐसा सोचा. മലപ്പുറം അറിയട്ടോ ആശാന്? മലപ്പുറം റീൽസിൽ കണ്ടിട്ടുണ്ട് ഫുട്ബോളിൻ്റെ ഇതാന്ന് പറഞ്ഞേ. ലാൻഡ് സ്ലൈഡിങ് ചെയ്യേ? ന്യൂ ബ്രിഡ്ജ്. ഓക്കെ കൺസ്ട്രക്ഷൻ വർക്കാണല്ലേ. എങ്ങോട്ടാണോ പോണത്? ഇവിടെ കൺസ്ട്രക്ഷൻ വർക്ക്. ഓക്കെ അവിടെ ഓപ്പണിംഗ് ഒക്കെ ഉണ്ടാക്കി വെച്ചിന് കാണുന്നതാണ്. വെള്ളത്തിന് അലകൾ ഉള്ളതുകൊണ്ടാണ് നീര് താഴെ കാണാത്തത്. അലകളില്ലാത്ത സമയത്ത് താഴേക്ക് നോക്കിയാൽ നല്ലോണം കാണും. ഇനി വേണമെന്നുണ്ടെങ്കിൽ മുങ്ങി നോക്കിയാൽ ഒന്നും കൂടി നന്നായിട്ട് കാണാൻ പറ്റും. ഇതാണ് അവർ പറഞ്ഞ പ്രൈവറ്റ് ഐലൻഡ്. മേഘാലയൊക്കെ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു അബദ്ധം നിങ്ങൾക്ക് പറ്റാതെക്കട്ടെ. ഞങ്ങൾക്ക് പ്രൈവറ്റ് ഐലൻഡ് ആണെന്ന് പറഞ്ഞ ആ ഒരു ടെൻറ്റുകളാണ് നേരത്തെ കാണിച്ചു തന്നത്. അപ്പോൾ ഈ പ്രൈവറ്റ് ഐലൻഡിലുള്ള ടെൻറ്റിന് ഒരാൾക്ക് 1500 രൂപ പ്ലസ് ബോട്ടിന് 400 രൂപയോളം ചാർജ് വരും. അത്രയും എക്സ്പെൻസൊക്കെ മുടക്കിയിട്ട് നിൽക്കാനുള്ളൊരു വകുപ്പ് ഇതുണ്ടെന്ന് തോന്നില്ല. പിന്നെ ഞങ്ങൾ ഇറങ്ങിയ ആ സമയത്ത് തന്നെ കുറേ ടീം വന്നിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അടിപൊളിയാണ്, ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യാലിറ്റിയാണ്. പ്രൈവറ്റ് ഐലൻഡ് ഭയങ്കര തള്ളി മറിച്ചിരുന്നത്. അപ്പോൾ തള്ളൽ കുറച്ച് കൂടിയപ്പോൾ ഞങ്ങൾ ഡൗട്ട് തോന്നിയിട്ട് ഞങ്ങൾ എന്ത് ചെയ്ത് വില്ലേജിലേക്ക് പോയി നോക്കിയതാണ്. അവർ പറഞ്ഞു വില്ലേജിൽ സ്റ്റേ ഒക്കെ ഭയങ്കര റേറ്റാണ്, സ്റ്റേ കിട്ടൂല, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ മുടക്കാൻ നോക്കി. പക്ഷേ ഞങ്ങൾക്ക് പോയിട്ട് ഞങ്ങൾ 2000 രൂപയ്ക്ക് 4 ആൾക്ക് നിൽക്കാനുള്ള നല്ല അടിപൊളി റൂമും കാര്യങ്ങളും ഫുഡും ഒക്കെ കിട്ടി. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഇത് അത്രത്തോളം വെർത്താണെന്ന് തോന്നുന്നില്ല കേട്ടോ ഈ ഒരു ടെൻറ്റ് സ്റ്റേ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടുന്നാണ്, ഈ കാണുന്ന സ്ഥലത്ത്. ഇവിടുന്നാണ് നമ്മൾ ഈ ദൗക്കി റിവർ വളരെ ഗ്ലാസ് ആയിട്ടുള്ള ഒരു ഫീല് നമുക്ക് കിട്ടുക. ഏകദേശം ഒരു 300-400 മീറ്ററാണ് ഈ ഫീല്. ഇത് കഴിഞ്ഞാൽ ഇതിന്റെ എൻഡായി. ആകെ വളരെ ഈ കാണുന്ന ഈ കുറച്ച് പ്ലേസ് മാത്രമേ ഉള്ളൂ ദൗക്കി റിവർ. ഈ ഫോട്ടോയിൽ കാണുന്ന മാതിരി അത്രയ്ക്ക് വൈബുള്ള സ്ഥലമൊന്നുമല്ല, പക്ഷെ എന്നാലും ഓക്കെ കാണാം. മെയിനായിട്ട് മേഘാലയയിൽ വന്നുള്ള അട്രാക്ഷനാണ് ഈ ദൗക്കി റിവർ. അങ്ങനെ പ്രൈവറ്റ് ഐലൻഡിലേക്ക് നമ്മൾ കയറാൻ പോവാണ് കേട്ടോ. ബോട്ടൊക്കെ റസ്റ്റോൾ ബായ് നമുക്ക് സൈഡാക്കി തരുന്നുണ്ട്. ബോട്ടിൻ്റെ അടിയൊക്കെ ചെറുതായിട്ട് തട്ടുന്നുണ്ട്. ആശാമെല്ലാം സൈഡാക്കി തരും. ബഗ്ഗൊക്കെ ഉണ്ട് കേട്ടോ.
ബഗ്ഗി ഡ്രൈവ് ഒക്കെ ഉണ്ട്. ഈ കാണുന്ന ഒരു ട്രാക്കിലൂടെയാണ് അത് പോവുക. കല്ലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്രാക്ക് മുകളിൽ വരെ. വെള്ളം കണ്ടപ്പോൾ അത് അവന് തുടങ്ങി. ഇവരെന്തൊക്കെയൊക്കെ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല കോലത്തിലും പലതൊക്കെ എടുക്കുന്നുണ്ട്. ഒക്കെ റീൽസാക്കി ഇടാനുള്ളതെന്നാണ് പറഞ്ഞത്. അങ്ങനെ സ്ലോ മോഷനൊക്കെ ഇട്ടിട്ടേ അതിനുള്ള പരിപാടിയാണ് കേട്ടോ. വെള്ളം നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ. മോൾ ഭാഗത്തൊക്കെ നല്ലൊരു നീല കളർ ഉണ്ട്. കുറച്ച് അങ്ങോട്ട് ആയുള്ള സ്ഥലത്ത് നല്ലൊരു പച്ച കളർ ഉണ്ട്. എന്തായാലും ഫോണൊന്ന് മുക്കി നോക്കട്ടെ എന്താ അവസ്ഥ എന്നൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ. ഓവർ മുക്കാനുള്ള ധൈര്യമൊന്നുമില്ല. കാണിച്ചു തരാം. റെസ്റ്റോറിൽ നീന്താൻ വേണ്ടി നിർത്തിയ സ്ഥലമാണ് കേട്ടോ. നമ്മൾ പറഞ്ഞ് ഇത്ര പോരാ, മുട്ടിന് വെള്ളത്തിൽ എങ്ങനെ നീന്താനാണെന്ന് ചോദിച്ചിട്ട് കുറച്ച് ആയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോയി നിർത്തിക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഓൾക്ക് ഭയങ്കര പേടിയുണ്ട്. കാരണം പിന്നെ ഇവിടെ വെള്ളം അത്രത്തോളം ഡേഞ്ചറാന്ന് തോന്നുന്നില്ല. ഓൾറെഡി കെട്ടി നിർത്തിയ വെള്ളമാണ്. അത്രയ്ക്ക് വലിയ സീനൊന്നുള്ള ഒരു ഏരിയ അല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ് നീന്താൻ അറിയാമെന്ന് പറഞ്ഞു. മേഘാലയ വന്നിട്ട് ഈ വെള്ളത്തിലും ചാടിയില്ലെങ്കിൽ എങ്ങനെ വന്നേ? നല്ല തണുപ്പുണ്ടാവും. എന്തായാലും ചാടി വെക്കട്ടെ. ഫോണിൽ താണോ? ചാടി ചാടി ചാടി. എങ്ങണ്ട് തണുപ്പ് എങ്ങണ്ട്? കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. ടോട്ടൽ 1 hour ആണ് അവർ പറയുന്ന ഒരു ടൈമിങ്. വരുന്നോല് മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സാധനമാണ്. മേഘാലയ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഏറ്റവും കൂടുതൽ എന്താ ഫോട്ടോസിലൊക്കെ കാണുന്ന ഒരു റിവറും ഫോട്ടോസും ഇതാണ്. അപ്പോൾ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടറൊക്കെയാണ്. പക്ഷേ സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്ന സമയത്ത് മാത്രമേ ഉള്ളൂ. പിന്നെ വേവ്സും ഉണ്ടാകരുത്. വേവ്സ് ഇല്ലാതെ നിൽക്കുമ്പോൾ മാത്രമല്ല ഫോട്ടോയിലൊക്കെ ക്ലിയറിൽ കിട്ടുള്ളൂ. വീഡിയോയിൽ അത്രത്തോളം ഒരു സംഭവമായിട്ടും തോന്നലുണ്ടാവില്ല. ഫോട്ടോ എടുത്താൽ അടിപൊളിയായിരിക്കും. അങ്ങനെ നമ്മൾ ബോട്ടിങ് ഏകദേശം അവസാനിച്ചിട്ടോ. നമ്മളിതാ വന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. അവിടെ ബോർഡർ മിലിറ്ററിൻ്റെ ഔട്ട് പോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ തിരിച്ച് ആ ബോർഡറിലെത്തി. ഇതിലെ നടുവ് കൂടി ചെറിയൊരു വാട്ടർ ബോർഡർ പോകുന്നുണ്ട് കേട്ടോ. ചെറിയൊരു ബോട്ടിൽ ഇങ്ങനെ കിടക്കുകയാണ്. വെള്ളത്തിൽ ഒരു കയറിട്ടാണ് അവിടെ ചെറുതായിട്ടൊരു സംഭവം ഉണ്ട്. അപ്പോൾ ആ സൈഡിൽ കാണുന്ന തോണികൾ ബോട്ടുകളൊക്കെ ഈ കാണുന്നതൊക്കെ ബംഗ്ലാദേശിൻ്റെ കൊടി വെച്ച തോണികളാണ് കേട്ടോ. അതായത് അവരിങ്ങോട്ടും വരില്ല, ഇവിടുന്ന് അങ്ങോട്ടും പോകില്ല. ജസ്റ്റ് ആ ഒരു ബോർഡർ ഒരു ബാരിയറാക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. നമ്മൾ ആദ്യം വന്ന സമയത്ത് ഇവിടെ മിലിറ്ററി ഒന്നും ഇല്ല കേട്ടോ. ആൾക്കാരൊക്കെ കുറവായിരുന്നു. ഇപ്പോൾ അതാ ഫുള്ള് ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ മിലിറ്ററി ഇവിടെ എത്തി. അപ്പോൾ ഇതാണോ ബോർഡറിൽ അവിടെ നിന്നും ഇവിടെ നിന്നും ചെയ്താണ്ടോ 2 രാജ്യങ്ങളുടെ ബോർഡറാണ് ഈ കാണുന്നത്. ഈ ആടിപ്പോൾ എവിടെ ഉള്ളതാണാവോ? ഏത് ബോർഡറിൽ? അപ്പോൾ ഇന്ത്യയിലാട്ടുള്ളത്. വരുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവാ. അല്ലാണ്ടോ ആൾക്കാർ അവിടെ ഇരിക്കണേ. ബംഗ്ലാദേശിലെ ആൾക്കാർ നമ്മളങ്ങോട്ട് കാണണേ. ബംഗ്ലാദേശ് മിലിറ്ററി യൂണിഫോം മിലിറ്ററി ആണോ കാണുന്നത്. അവിടെ നിൽക്കുന്നത് ഒരാൾ ഇത് ബംഗ്ലാദേശ് മിലിറ്ററിയാണ്. ഇവർ ഈ ക്യാമറമാന്മാർ മാത്രം കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവർ അങ്ങോട്ട് പോകണില്ല. ഇവിടെ ഈ ജംഗ്ഷനിൽ ഇങ്ങനെ നിന്നിട്ടുള്ള പരിപാടികളൊക്കെ ഉള്ളത്. പിന്നെ ഈ ആടിപ്പഞ്ഞ് എവിടത്താണാവോ? ഇതിപ്പോൾ ഇന്ത്യത്താണോ ബംഗ്ലാദേശിലാണോ ആർക്കാ? അതിപ്പോൾ അത് ബംഗ്ലാദേശിക്ക് കിടക്കൂട്ടോ. ചുളുകിലിപ്പോൾ മെല്ലെ കയറും. അതാ പോകണം. അവിടുന്ന് കയറിയ ടീംസിനൊക്കെ അത് അവിടുന്ന് ഓടിപ്പിക്കുന്നുണ്ട്. നൈസായിട്ട് ഓടിപ്പിക്കുന്നുണ്ട്. പോകാൻ പറയുന്നുണ്ട്. ഫോട്ടോ ഇവിടുത്തെ ആൾക്കാരുടെ അടുത്ത് പൈസ അങ്ങനെയുള്ള പരിപാടിയാണ്. വീഡിയോയുടെ ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും നമുക്ക് മേഘാലയയിലെ തന്നെ ചിറാപുഞ്ചിയും നൊക്കാലിക്കി വാട്ടർഫാളൊക്കെ കവർ ചെയ്യാനുണ്ട്. ഇപ്പോൾ റൂമിലൊക്കെ ഒന്ന് പോയിട്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ വീണ്ടും ഇറങ്ങുന്നതാണ്. ഓക്കെ, അടുത്ത വീഡിയോയിലേക്ക് കാണാം. തൽക്കാലം ബൈ.